വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. ഓസ് വേണ്ട, നമുക്ക് ബക്കറ്റ് ഇല്ലേ പുതിയൊരു അതിഥി കൂടി വന്നേ. അപ്പോൾ അത് ഞങ്ങളിന്ന് നടുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ചാമ്പ മരം, അതായത് തായ് റെഡ് ബെൽ ചാമ്പ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ റിച്ചുമോന് പിന്നെ വൈഫോട് ചേർന്നിട്ട് നമ്മൾ നടുകയാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ചാമ്പ മരം വെക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. എപ്പോഴും നമ്മൾ ഇതിൽ കായ ഉണ്ടാകുകയും നമുക്ക് പെട്ടെന്ന് തന്നെ പറിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളൊരു കുഴി എടുത്തിട്ട് അതിനകത്തിലേക്ക് കുറച്ച് ജൈവവളം, അതായത് എല്ലുപൊടി, പിന്നെ ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്കെല്ലാം ചേർന്നൊരു മിശ്രിതം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കുഴിയിലേക്ക് ഇട്ട് അടിവളമായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു വലിയ കവറിലായിരുന്നു നമുക്ക് ചെടി കിട്ടിയത്. ഏകദേശം ഒരു 200 രൂപയോളം ആയിട്ടുണ്ട് ഈ തൈക്ക് വില. അപ്പോൾ നമ്മൾ ഈ കൂടയുടെ ഏറ്റവും അടിഭാഗം ഇതേപോലെ ഒന്ന് വട്ടത്തിൽ കറക്കി എടുത്തിട്ട് പിച്ചാത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്രോ ബാഗ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് തന്നെ ഇതിനകത്തിലേക്ക് തന്നെ നമ്മൾ ഇറക്കി വെക്കും, കുഴിക്കകത്തിലേക്ക് തന്നെ ഇറക്കി വെക്കുകയാണ്. പിന്നെ വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു സംഭവമാണ് ഈ ചാമ്പയെന്ന് പറയുമ്പോൾ. എപ്പോഴും ഡിസംബർ മാസമൊക്കെ കഴിയുമ്പോഴത്തേനും എപ്പോഴും ഇതിനകത്ത് കായ ഉണ്ടാവും എന്നാണ്. നമ്മൾ പഴയ വീട്ടിലൊരു പഴയ ചാമ്പയുണ്ട്, അപ്പോൾ അത് എപ്പോഴും ഡിസംബർ മാസം തണുപ്പ് കാലം ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കായ ഉണ്ടാവും. പിന്നെ ഈ ചാമ്പ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് സംഭവം. അപ്പോൾ ഞാനിത് കഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ പേര് തായ് റെഡ് ബെൽ ചാമ്പ എന്നാണ്. നമ്മുടെ ഒരു പ്രശസ്തമായിട്ടുള്ള നേഴ്സറിയുടെ ഒരു വകയാണ് ഈ ചാമ്പ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ ചെടികളോടും മണ്ണിനോടും ഒക്കെ ഒരു താല്പര്യം കാണും. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നടുന്ന സമയത്ത് അവരെയും കൂടെ വരുന്ന ഭാവി തലമുറയാണ് അവരെയും കൂടെ ഒന്ന് ഇതിലൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കും ഒരു ചെടികളോടൊക്കെ താല്പര്യം വരികയും ചെയ്യും. പിന്നെ അവർ തന്നെ ഈ ചെടികളൊക്കെ നടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ കൂടെ കൂട്ടുക. വെള്ളം ഒഴിക്കാം. ഓസ് വേണ്ട, നമുക്ക് ബക്കറ്റ്